ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മുട്ടയും 2 ആപ്പിളും ചേർത്തിട്ട് ഒരു കേക്ക് തയ്യാറാക്കാം. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഓവനോ ബീറ്ററോ അതുപോലെ മിക്സിയോ ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതൊരു ഫ്രൈയിങ് പാനിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതുപോലെ ഇതിൽ നമ്മൾ ഒരു മുട്ട മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആപ്പിൾ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു മുട്ട മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പ് മൈദ, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നതിനായിട്ടാണ്. ബേക്കിംഗ് പൗഡർ, പാകത്തിന് ഉപ്പ്, പഞ്ചസാര, അതുപോലെ 1/4 കപ്പോളം ബട്ടർ മിൽക്ക് വേണം. അത് തയ്യാറാക്കുന്നതിനായിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കാം. വിനാഗിരിയോ നാരങ്ങാനീരോ ചേർത്ത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവറിനായിട്ട് വാനില എസൻസ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്കൊരു മുട്ട ചേർക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളൊരു മുട്ടയാണ്. അപ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഫോർക്കോ അല്ലെങ്കിൽ തടിത്തവിയോ സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചേർത്തിരിക്കുന്ന പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ നിറം മഞ്ഞയിൽ നിന്നും വെള്ളയാവുന്നത് വരെയാണ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് നല്ലൊരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അതുപോലെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് മാറുന്നതിനായിട്ടാണ് നമ്മൾ ഈ എസൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ചേർക്കാം. ഈ ഒരു ബട്ടർ മിൽക്കും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിനായിട്ട് ആദ്യം ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ചേർക്കാം. ഇതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മെഷറിംഗ് സ്പൂണിലാണ് ഇത് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തവണ മെഷർ ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ. ഇനി ഈ ചേർത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാവധാനം ഒരേ ഡിറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചേർത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ആയിട്ട് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പീസ് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ തന്നെ സ്പ്രെഡ് ചെയ്യണം എന്നില്ല, ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്ലൈസ് ആപ്പിൾ കട്ട് ചെയ്തത് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിലുള്ള സീഡ് സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ആപ്പിൾ വെച്ചിട്ട് മാത്രമല്ല ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാം. ബനാന, പൈനാപ്പിൾ, അതുപോലെ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഒരു പാന് നമ്മൾ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കും. 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഫ്രൈയിങ് പാന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരു പാന് ആദ്യം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈയിങ് പാന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് ഇപ്പോൾ പാന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഫ്രൈയിങ് പാന് വെച്ച് കൊടുക്കാം. അതിനുശേഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈവനായിട്ട് ആപ്പിളിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഫ്രൈയിങ് പാനാണ്. അതുകൊണ്ട് കേക്കിന് ഹൈറ്റ് അധികം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. അപ്പോൾ കേക്കിന് നല്ലൊരു ഹൈറ്റ് കിട്ടും. ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വെറും ഒരു മുട്ട മാത്രം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാനില സ്പഞ്ച് കേക്കും അതുപോലെ ഈ ഒരു ആപ്പിളിൻ്റെ ഒരു ചെറിയ പുളിയും കേക്കിൻ്റെ മധുരവും കൂടെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഫ്രൈയിങ് പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിന് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. നല്ല ലൈറ്റ് ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.